+1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫൂഫി. ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ സ്റ്റോറി വായിച്ച് ഇതിലെ ഓരോ സെന്റൻസിന്റെയും അർത്ഥം മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. തിങ്ക് ഓഫ് എൻ ഇൻസിഡന്റ് ദാറ്റ് ഓഫേർഡ് യു എ വാല്യുബിൾ ലെസൺ ഇൻ ലൈഫ്. വാല്യുബിൾ ലെസൺ, വില മതിക്കാനാവാത്തൊരു പാഠം. അത്തരം ഒരു പാഠം നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങൾക്ക് അത്തരം ഒരു പാഠം നൽകിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ, ഒരു സംഭവത്തിനെ കുറിച്ച് ഓർക്കുക. ഹൗ ക്യാൻ സച്ച് എക്സ്പീരിയൻസസ് ഹെൽപ്പ് ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്സ്? ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ എങ്ങനെ സഹായിക്കും? ലെറ്റ്സ് റീഡ് എൻ അനക്ഡോട്ട് എബൌട്ട് വൺ സച്ച് എക്സ്പീരിയൻസ്. അനക്ഡോട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറി, ഒരു ചെറിയ ഇൻസിഡന്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥകൾ, ഇതെല്ലാമാണ് അനക്ഡോട്ട്സ്. ലെറ്റ്സ് റീഡ് എൻ അനക്ഡോട്ട് എബൌട്ട് വൺ സച്ച് എക്സ്പീരിയൻസ്. വൺ സച്ച് എക്സ്പീരിയൻസ്, അതുപോലുള്ള ഒരു അനുഭവത്തെ കുറിച്ചുള്ള ഒരു അനക്ഡോട്ട്, അത് നമുക്ക് വായിക്കാം. ഫൂഫി. ഇത് എക്സാക്ട്ലി ഒരു സ്റ്റോറി അല്ല, ഒരു അനുഭവ കുറിപ്പ് പോലെയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ട്രെവർ നോവ എന്ന വ്യക്തിയാണ്. എ മന്ത് ആഫ്റ്റർ വി മൂവ്ഡ് ടു ഈഡൻ പാർക്ക് മൈ മദർ ബ്രോഡ് ഹോം 2 cats. ഞങ്ങൾ ഈഡൻ പാർക്ക് ആ ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി ഒരു മാസം കഴിഞ്ഞപ്പോൾ മൈ മദർ ബ്രോഡ് ഹോം 2 cats. എൻ്റെ അമ്മ വീട്ടിലേക്ക് 2 പൂച്ചകളെ കൊണ്ടുവന്നു. ബ്ലാക്ക് ക്യാറ്റ്സ്, കറുത്ത നിറമുള്ള 2 പൂച്ചകളെ കൊണ്ടുവന്നു. ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്, നല്ല ഭംഗിയുള്ളവരായിരുന്നു. In a black neighborhood, you wouldn't dare own a cat, especially a black cat. ബ്ലാക്ക് നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആളുകൾ താമസിക്കുന്ന, കറുത്ത വർഗ്ഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾ. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റി, ഏരിയ, ഇതിനെല്ലാം പറയുന്ന മറ്റൊരു വേർഡാണ് നെയ്ബർഹുഡ്. അതുപോലെ കറുത്ത ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ യു വുഡിൻ ഡയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ഒരു പൂച്ചയെ വളർത്താൻ പൊതുവെ ആർക്കും ധൈര്യം വരാറില്ല. ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. That would be like wearing a sign that said, "Hello, I am a witch." കറുത്ത പൂച്ചയെ നിങ്ങളൊരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ വളർത്തുകയാണെങ്കിൽ അതിനെ എന്തിനോടാണ് ഈ റൈറ്ററോട് ഉപമിച്ചിട്ടുള്ളത്? വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. ഞാനൊരു മന്ത്രവാദിനിയാണ് എന്നൊരു സൈൻ ധരിച്ചു നടക്കുന്നതിന് സമമാണ് ഒരു കറുത്ത പൂച്ചയെ കറുത്ത മനുഷ്യർ ധാരാളം താമസിക്കുന്ന ഒരു നെയ്ബർഹുഡിൽ വളർത്തുന്നത് എന്നാണ് ട്രെവർ നോവ പറയുന്നത്. Since we had moved to a colored neighborhood, my mom thought the cats would be okay. നേരത്തെ അവർ ബ്ലാക്ക് നെയ്ബർഹുഡിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ ഈഡൻ പാർക്കിലേക്ക് താമസിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാ റേസിലുമുള്ള ആളുകളും ഉണ്ട്. ബ്ലാക്ക് ആളുകൾ മാത്രമല്ല, വൈറ്റ് ആളുകളും മറ്റു റേസിലുള്ളവരും എല്ലാവരും ഉണ്ട്. എല്ലാ റേസിലുള്ള ആളുകളും താമസിക്കുന്ന ആ പ്രദേശത്തിനാണ് കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റിയത് കാരണം, സിൻസ് ഇവിടെ ബിക്കോസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിൻസ് വി ഹാഡ് മൂവ് ടു എ കളേർഡ് നെയ്ബർഹുഡ്, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള, എല്ലാ റേസിലുള്ള ആളുകളും താമസിക്കുന്ന നെയ്ബർഹുഡിലേക്ക് താമസം മാറ്റിയത് കൊണ്ട് മൈ മദർ തോട്ട് ദ ക്യാറ്റ്സ് വുഡ് ബി ഓക്കെ. പൂച്ചകളെ വളർത്തുന്നത്, പ്രത്യേകിച്ചും ബ്ലാക്ക് ക്യാറ്റ്സിനെ വളർത്തുന്നത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അത് ഓക്കെ ആയിരിക്കുമെന്ന് എൻ്റെ അമ്മ കരുതി. വൺസ് ദേ വർ ഗ്രോൺ, അവരൽപ്പം വലുതായി കഴിഞ്ഞപ്പോൾ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിംഗ് ദ ഡേ ടു റോം ദ നെയ്ബർഹുഡ്, ഞങ്ങൾ അവരെ പകല് മുഴുവൻ പുറത്തു വിടും. ടു റോം ദ നെയ്ബർഹുഡ്, ആ പ്രദേശം മുഴുവൻ കറങ്ങി വരുന്നതിന് വേണ്ടി ഞങ്ങൾ അവരെ പകല് പുറത്തു വിടാൻ തുടങ്ങി. വി ലെറ്റ് ദം ഔട്ട്, ഞങ്ങൾ അവരെ പുറത്തു വിടാൻ തുടങ്ങി. ദെൻ വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം, വി കെയിം ഹോം ടു ഫൈൻഡ് സംതിങ് ടെറിബിൾ ഹാഡ് ഹാപ്പൻഡ്, ഭയങ്കരമായ അതിദാരുണമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലാക്കി. ബോത്ത് ദ ക്യാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ്, 2 പൂച്ചകളെയും ആരോ കൊന്നിട്ടുണ്ടായിരുന്നു, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൺ അവർ ഫ്രണ്ട് വാൾ സംവൺ ഹാഡ് റിട്ടൺ ഇൻ ആഫ്രിക്കാൻസ് ഹെക്സ്, ഞങ്ങളുടെ മുന്നിലുള്ള ചുവരിൽ ആരോ ആഫ്രിക്കൻ ഭാഷയിൽ, ആഫ്രിക്കാൻസ് ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, ആ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹെക്സ്. ഹെക്സ് എന്നതിന് മന്ത്രവാദിനി എന്നാണ് അർത്ഥം. ഏതാനും സെഞ്ചുറീസ് മുമ്പ് വരെ യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം ചില സ്ത്രീകളെ മന്ത്രവാദിനികളാണ് എന്ന് ആരോപിച്ച് കൊലപ്പെടുത്തുന്ന പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇതിന് വിച്ച് ഹണ്ട് എന്ന് പറയും. പലപ്പോഴും ഇത് ആ സമൂഹത്തില് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ, ഏറ്റവും വൾനറബിൾ ആയവര്, അതായത് ഏറ്റവും അധികം ദുർബലരായവരെ, അവരെയാണ് ഇങ്ങനെ വിച്ചസ് എന്ന് ലേബൽ ചെയ്തിട്ട് കൊലപ്പെടുത്തിയിരുന്നത്. അത്തരം പ്രാക്ടീസസ് ഇപ്പൊ വലിയ രീതിയിൽ ഇല്ല എങ്കിൽ പോലും അത് പൂർണ്ണമായും ഇല്ലാതായിട്ടുമില്ല. പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ചും ആഫ്രിക്കയില് ഇതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെവർ നോവയും അദ്ദേഹത്തിന്റെ അമ്മയും താമസിച്ചിരുന്ന ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിലായിരുന്നു. ആ ഒരു നെയ്ബർഹുഡില് ബ്ലാക്ക് ക്യാറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയ ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഇവരൊരു കളേർഡ് നെയ്ബർഹുഡിലേക്ക് മാറിയതിനു ശേഷവും പക്ഷെ ആ ഒരു വിച്ച് ഹണ്ടിങ് അത് അവിടെയും തുടർന്നിരുന്നു. ഇവരുടെ പൂച്ചകളെ ആരോ കൊലപ്പെടുത്തിയിരുന്നു, പക്ഷെ ഇവരെ ആരും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല.
ആഫ്റ്റർ ദ കാറ്റ്സ് വർ കിൽഡ്, ആ പൂച്ചകൾ കൊല്ലപ്പെട്ടതിന് ശേഷം വി ടുക്ക് എ ബ്രേക്ക് ഫ്രം പെറ്റ്സ് ഫോർ എ വൈൽ, കുറച്ച് നാൾ പിന്നെ ഞങ്ങൾ പെറ്റ്സിനെ ഒന്നും വളർത്തിയില്ല. ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക്. ഓൾമോസ്റ്റ് എവറി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. എനിക്കറിയാവുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലിക്കും ഒരു ഡോഗെങ്കിലും ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പുവർ യു വർ, നിങ്ങൾ എത്ര തന്നെ ദരിദ്രരാണെങ്കിലും യു ഹാഡ് എ ഡോഗ്, നിങ്ങൾക്കൊരു ഡോഗ് ഉണ്ടാവുമായിരുന്നു. ബ്ലാക്സിന്റെ കാര്യമാണ് പറയുന്നത്. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വെളുത്ത വർഗ്ഗക്കാർക്കിടയിൽ അവര് ഡോഗ്സിനെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? കുട്ടികളെ പോലെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ പോലെയാണ് ഡോഗ്സിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ, എ പുവർ മാൻസ് അലാം സിസ്റ്റം. പക്ഷെ ബ്ലാക്ക് ആളുകൾക്കിടയിൽ എങ്ങനെയാണ് അവർ ഡോഗ്സിനെ വളർത്തുന്നത്? ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഡോഗ് ബാർക്ക് ചെയ്യും. അതായത് പുവർ മാൻസ്, ദരിദ്രന്റെ അലാം സിസ്റ്റം ആണ്. അവരെ അപകടത്തിനെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് കറുത്ത വർഗ്ഗക്കാര് ഡോഗ്സിനെ വളർത്തുന്നുണ്ടായിരുന്നത്. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. നിങ്ങളൊരു ഡോഗിനെ വാങ്ങിക്കും, എന്നിട്ട് അതിനെ നിങ്ങളുടെ വീടിന്റെ തൊടിയിലോ മുറ്റത്തോ സ്വതന്ത്രനായി വിടും. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദിയർ ട്രേഡ്സ്. അതേപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാര് അവരുടെ ഡോഗ്സിന് എങ്ങനെയാ പേരിട്ടിരുന്നത്? ഈ ഡോഗിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അതിന് പേരിടുന്നുണ്ടായിരുന്നത്. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ്, അതിന്റെ ദേഹത്ത് വരകൾ ഉണ്ടെങ്കിൽ യു കോൾ ഇറ്റ് ടൈഗർ, അതിനെ ടൈഗർ എന്ന് വിളിക്കും. ടൈഗറിന്റെ ദേഹത്താണല്ലോ സ്ട്രൈപ്സ് ഉള്ളത്. ഇഫ് ഇറ്റ് ഈസ് വിഷസ്, അത് അപകടകാരിയാണെങ്കിൽ യു കോൾ ഇറ്റ് ഡേഞ്ചർ, അവനെ അല്ലെങ്കിൽ അവളെ ഡേഞ്ചർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി, അതിന്റെ ദേഹത്ത് സ്പോട്സ് ഉണ്ടെങ്കിൽ അതിന് സ്പോട്ടി എന്ന പേര്. ഇങ്ങനെയാണ് ബ്ലാക്ക് ആളുകൾ പൊതുവെ ഡോഗ്സിന് പേരിട്ടിരുന്നത്. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് അസ് 2 പപ്പീസ്. കാറ്റ്സിനെ ആരോ കൊന്നു കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയുടെ ജോലി സ്ഥലത്ത് ഉള്ള ഒരു സ്ത്രീ ഞങ്ങൾക്ക് 2 നായക്കുട്ടികളെ, 2 പപ്പീസിനെ ഓഫർ ചെയ്തു. അറ്റ് മൈ മോംസ് വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ജോലി സ്ഥലത്ത്. വർക്ക് എന്നതിന് ജോലി സ്ഥലം എന്ന അർത്ഥം കൂടിയുണ്ട്. മോം ബ്രോട്ട് ദം ഹോം ആൻഡ് ഐ വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. അമ്മ ഈ പട്ടിക്കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ ഞാനായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ കുട്ടി. അത്രമാത്രം ട്രെവർ നോവ ഒരു പെറ്റിനെ ആഗ്രഹിച്ചിരുന്നു. 2 പട്ടിക്കുട്ടികളെ കിട്ടിയപ്പോൾ അവന് വലിയ സന്തോഷമാവുകയും ചെയ്തു. ഷീ നെയ്മഡ് ദം ഫൂഫി ആൻഡ് പാന്തർ. അങ്ങനെ 2 പേരുകളാണ് ഇവർ ഈ ഡോഗ്സിന് ഇട്ടുകൊടുത്തത്. ഒരാൾ ഫൂഫി, മറ്റേയാൾ പാന്തർ ആയിരുന്നു. ഫൂഫി, ഐ ഡോണ്ട് നോ വെർ ഹെർ നെയിം കെയിം ഫ്രം. ഫൂഫിയുടെ പേര് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്. പാന്തറിന് ഒരു പിങ്ക് നിറത്തിലുള്ള മൂക്കുണ്ടായിരുന്നു. സോ ഷി വാസ് പിങ്ക് പാന്തർ ആൻഡ് ഇവൻച്വലി ജസ്റ്റ് പാന്തർ. അവൾക്കിട്ട പേര് പിങ്ക് പാന്തർ എന്നായിരുന്നു. പിന്നീട് പാന്തർ എന്ന് മാത്രമായി അവളെ വിളിക്കാൻ തുടങ്ങി. They were 2 sisters who loved and hated each other. ഫൂഫിയും പാന്തറും സിസ്റ്റേഴ്സ് ആയിരുന്നു. അവർ പരസ്പരം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു. They would look out for each other. കാണാതിരിക്കുമ്പോൾ അവർ പരസ്പരം അന്വേഷിക്കും. They would also fight all the time. പക്ഷെ എല്ലായ്പ്പോഴും അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. It was a strange relationship. അതൊരു വിചിത്രമായ ബന്ധമായിരുന്നു. ഫൂഫിക്ക് പാന്തറും പാന്തറിന് ഫൂഫിയും വേണമായിരുന്നു. ഒരാളെ കണ്ടില്ലെങ്കിൽ മറ്റേയാൾ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ കാണുന്ന സമയത്ത് അവർ പരസ്പരം വഴക്കുകൂടുകയും ചെയ്യുമായിരുന്നു. പാന്തർ വാസ് മൈ മംസ് ഡോഗ്. പാന്തർ എൻ്റെ അമ്മയുടെ നായക്കുട്ടിയായിരുന്നു. ഫൂഫി വാസ് മൈൻ. ഫൂഫി ആയിരുന്നു എൻ്റെ നായക്കുട്ടി. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. ഫൂഫി ആയിരുന്നു അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. അവളുടെ ദേഹത്തുള്ള വരകളെല്ലാം വളരെ ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെ അവൾ എപ്പോഴും ഹാപ്പി ആയാണ് കാണപ്പെട്ടിരുന്നത്. ഷീ ലുക്ക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. ബുൾ ടെറിയർ ഒരു പ്രത്യേകതരം ബ്രീഡാണ്. ഫൂഫി കാഴ്ചയിൽ ഒരു പെർഫെക്റ്റ് ബുൾ ടെറിയറെ പോലെ തന്നെയായിരുന്നു. പാന്തർ കെയിം ഔട്ട് വിയേർഡ് ആൻഡ് സ്ക്രാഫി ലുക്കിംഗ്. പക്ഷെ പാന്തർ കാണാൻ അത്ര ഭംഗിയുള്ളവളായിരുന്നില്ല. വിയേർഡ് എന്ന് പറയുമ്പോൾ വിചിത്രമായ ഒരു അപ്പിയറൻസ് ആയിരുന്നു പാന്തറിനുണ്ടായിരുന്നത്. സ്ക്രാഫി ലുക്കിംഗ്, അത്ര വൃത്തിയില്ലാതെ തോന്നുമായിരുന്നു. ഫൂഫിക്ക് ക്ലീൻ ലൈൻസ് ആന്ന് പറഞ്ഞു. പാന്തറിന്റെ അപ്പിയറൻസ് സ്ക്രാഫി ആയിരുന്നു. അത്ര വൃത്തിയില്ലാത്ത അഴുക്കു പിടിച്ച പോലെയായിരുന്നു. പാന്തർ വാസ് സ്മാർട്ട് വേറാസ് ഫൂഫി വാസ് ഡംബ്. പാന്തർ പക്ഷെ വളരെ സ്മാർട്ടായിരുന്നു. ഫൂഫിയോ? ഫൂഫി ഡംബ് എന്ന് പറയുമ്പോൾ ബുദ്ധിസാമർഥ്യം കുറവുള്ളവർ, അങ്ങനെയായിരുന്നു. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷി വാസ് ഡംബ്. ഞങ്ങൾ എന്തായാലും അങ്ങനെയാണ് കരുതിയിരുന്നത്. അവൾ ഡംബാണ്, അവൾക്ക് ബുദ്ധിയും കഴിവും മറ്റു സാമർഥ്യങ്ങളും എല്ലാം കുറവാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. വെനെവർ വി കോൾഡ് ഹെർ, ഞങ്ങൾ അവളെ വിളിക്കുമ്പോഴെല്ലാം പാന്തർ വുഡ് കം റൈറ്റ് അവേ. പാന്തർ പെട്ടെന്ന് തന്നെ, വിളിച്ച ഉടനെ തന്നെ വരും. കം റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ വിളിച്ച ഉടനെ തന്നെ വരിക. റൈറ്റ് അവേ, അപ്പോൾ തന്നെ.
ബട്ട് ഫൂഫി വുഡിൻ ഡു എനിത്തിങ്. പക്ഷെ ഫൂഫി ഒന്നും ചെയ്യില്ല. പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫൂഫി ആൻഡ് ദെൻ ദേ വുഡ് ബോത്ത് കം. ഇങ്ങനെ വരുമ്പോൾ പാന്തർ തിരിച്ചു പോയിട്ട് ഫൂഫിയെ കൂട്ടിയിട്ട് വരും. ഇറ്റ് ടേൺഡ് ഔട്ട് ഫൂഫി വാസ് ഡഫ്. പിന്നീടാണ് തിരിച്ചറിയുന്നത് ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു എന്ന്. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം, ഫൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ അതിക്രമിച്ചു കയറുക. വർഷങ്ങൾക്ക് ശേഷം ഒരു ബർഗ്ലർ, ഒരു കവർച്ചക്കാരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫൂഫി മരിച്ചുപോയി. He pushed the gate over and it fell on her back and broke her spine. അയാൾ ആ ഗേറ്റ് അത് പിടിച്ചയാൾ തള്ളിയപ്പോൾ അത് അവളുടെ മേലേക്ക് വീഴുകയും അവളുടെ സ്പൈൻ അതിൽ പൊട്ടിപ്പോവുകയും ചെയ്തു. ഇറ്റ് ബ്രോക്ക് ഹെർ സ്പൈൻ. വി ടുക്ക് ഹെർ ടു ദ വെറ്റ് ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. അവളെ ഞങ്ങൾ മൃഗഡോക്ടറുടെ അടുത്തേക്ക്, വെറ്റ്, അവിടേക്ക് കൊണ്ടുപോയെങ്കിലും അവളെ പിന്നീട് യൂത്തനൈസ് ചെയ്യേണ്ടി വന്നു. പുട്ട് ഡൗൺ എന്ന വാക്കിന് അവരെ യൂത്തനൈസ് ചെയ്യുക എന്നാണ് അർത്ഥം. ദയാവധം. സുഖമില്ലാത്ത, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അനിമൽസിനെ അവരുടെ സഫറിങ് അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി അവരെ ഇഞ്ചക്ഷൻ വെച്ചോ മറ്റോ കൊലപ്പെടുത്തുന്നതിനാണ് നമ്മൾ പുട്ട് ഡൗൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. യൂത്തനേഷ്യ തന്നെ. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ, അവളെ പരിശോധിച്ചതിന് ശേഷം, ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. വെറ്റ് ഞങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിംഗ് വിത്ത് എ ഡോഗ് ദാറ്റ് വാസ് ടഫ്, ഹി സെഡ്. ഇത് അതിശയകരമാണ്, ഇത് വിചിത്രമാണ്, നിങ്ങളുടെ കുടുംബത്തിന് ചെവി കേൾക്കാത്ത ഒരു ഡോഗിനെ വളർത്തുക എന്നത്, അതിൻ്റെ കൂടെ ജീവിക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് അതിശയകരമായ, വിചിത്രമായ ഒരു കാര്യമായിരുന്നിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച്, അത് വിചിത്രമായിരുന്നിരിക്കണം. ഫോർ യുവർ ഫാമിലി ലിവിംഗ് വിത്ത് എ ഡോഗ് ദാറ്റ് വാസ് ഡഫ്. വാട്ട്? അത്ഭുതപ്പെട്ടുപോയി അവർ ചോദിച്ചു. എന്ത്? അന്നേരം ഡോക്ടർ പറയുന്നതാണ്, യു ഡിഡിൻ നോ യുവർ ഡോഗ് വാസ് ഡഫ്. നിങ്ങളുടെ ഡോഗ് ഡഫ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. അപ്പോൾ ഇവർ പറയുന്ന, ഇല്ല, ഡഫ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ കരുതിയത് അവൾ ഡംബാണ്, സ്റ്റുപ്പിഡാണ്, മണ്ടിയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ദാറ്റ്സ് വെൻ വി റിയലൈസ് ദാറ്റ് ദെയർ ഹോൾ ലൈഫ്സ് ദ വൺ ഡോഗ് ഹാഡ് ബീൻ ടെല്ലിംഗ് ദ അതർ ഡോഗ് വാട്ട് ടു ഡു സംഹൗ. അപ്പോഴാണ് ഞങ്ങൾ എന്ത് മനസ്സിലാക്കിയത്, അവരുടെ ആ ജീവിതത്തിൽ മുഴുവൻ ഒരു ഡോഗ്, പാന്തർ, ഫൂഫിയോട് പറയുകയായിരുന്നു എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത്, ഇതെല്ലാം പാന്തർ ഫൂഫിയോട് പറയുകയായിരുന്നു. The smart hearing one was helping the dodgy deaf one. അതിലെ ചെവി കേൾക്കുന്ന സ്മാർട്ടായ പാന്തർ, ചെവി കേൾക്കാത്ത. ഡോഡ്ജി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഡംബ് എന്ന് തന്നെയാണ് അതിനർത്ഥം. ഡോഡ്ജിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, സത്യസന്ധനല്ലാത്ത, ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഡംബ് എന്ന അർത്ഥം തന്നെ എടുക്കുക. ബുദ്ധിസാമർഥ്യം ഇല്ലാത്ത ഫൂഫിയെ പാന്തർ സഹായിക്കുകയായിരുന്നു. ദ സ്മാർട്ട് ഹിയറിംഗ് വൺ വാസ് ഹെൽപ്പിംഗ് ദ ഡോഡ്ജി ഡഫ് വൺ. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ഫൂഫിയെ ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത്. ഷി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ, പക്ഷെ ബുദ്ധി അല്പം കുറവായിരുന്നു. ഐ റേസ്ഡ് ഹെർ. ഞാനാണ് അവളെ വളർത്തിയത്. റേസ് എന്നതിന് ബ്രിങ് അപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. ഞാനാണ് അവളെ വളർത്തിയത്. ഐ പോട്ടി ട്രെയിൻഡ് ഹെർ. അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാനാണ് അവളെ പഠിപ്പിച്ചു കൊടുത്തത്. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. അവൾ ഉറങ്ങിയത് പോലും എൻ്റെ കൂടെയായിരുന്നു. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഡോഗ് ഉണ്ടാവുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ ബൈസിക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. കുട്ടികൾ ബൈസിക്കിൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അവർ ആ സൈക്കിൾ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. അതേപോലെ തന്നെ ഒരു ഡോഗ് ഉണ്ടാവുന്നതും സിമിലർ ആയ ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് കൂടെ കൂട്ടാൻ പറ്റും. പക്ഷേ ഒരു ബൈസിക്കിളിലില്ലാത്ത മറ്റൊന്നു കൂടി ഡോഗിനുണ്ടായിരുന്നു. എന്താ അത്? ഇമോഷൻസ്. ഒരു ബൈസിക്കിളിനെ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, പക്ഷെ ഒരു ഡോഗിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. തിരിച്ച് സ്നേഹം തരാനും ഡോഗിന് സാധിക്കും. ഫൂഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഫൂഫിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഷീ കുഡ് ജമ്പ് സൂപ്പർ ഹൈ. അവൾക്ക് നല്ല ഉയരത്തിൽ ചാടാൻ കഴിയുമായിരുന്നു. പൊതുവേ ഡോഗ്സിന് ചാടാൻ അധികം കഴിയില്ല. ഐ മീൻ ഫൂഫി കുഡ് ജമ്പ്. അത് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൂഫിക്ക് ചാടാൻ കഴിയുമായിരുന്നു. ക്യാറ്റ്സ് ചാടും, പക്ഷെ ഡോഗ്സ് അങ്ങനെ ചാടാറില്ല. I would hold a piece of wood out above my own head and she would leap up and grab it like it was nothing. എൻ്റെ തലയുടെ മുകളിൽ ഞാൻ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം പിടിക്കും. എന്നിട്ടോ അവൾ എന്ത് ചെയ്യും? അവൾ ചാടും. ഷീ വുഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ്. എന്നിട്ട് അത് പിടിച്ചു വാങ്ങിക്കും. ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. അതൊരു വലിയ കാര്യമേ അല്ല എന്ന മട്ടിൽ. എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ പിടിക്കുന്ന ഭക്ഷണം അവൾ ചാടി പിടിക്കുമായിരുന്നു. ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൌണ്ട് ദെൻ, അക്കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. ഫൂഫി ഒരു സ്റ്റാർ ആവുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ സെൻസേഷനായി മാറുമായിരുന്നു. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ.
ഫൂഫി ഒരു റാസ്കലും ആയിരുന്നു, ഒരു തെമ്മാടിയുമായിരുന്നു. ഡ്യൂറിംഗ് ദ ഡേ വി കെപ്റ്റ് ദ ഡോഗ്സ് ഇൻ ദ ബാക്ക് യാർഡ്. പകല് ഞങ്ങൾ ഞങ്ങളുടെ ഡോഗ്സിനെ വീടിന്റെ പിൻവശത്ത് അവിടെയാണ് അവരെ സൂക്ഷിച്ചിരുന്നത്. വിച്ച് വാസ് എൻക്ലോസ്ഡ് ബൈ എ വോൾ അറ്റ്ലീസ്റ്റ് 5 feet ഹൈ. ഇവരുടെ ബാക്ക് യാർഡിന് ചുറ്റും 5 അടിയെങ്കിലും ഉയരമുള്ള ഒരു മതിലുണ്ടായിരുന്നു. ആഫ്റ്റർ എ വൈൽ എവറി ഡേ വി വുഡ് കം ഹോം ആൻഡ് ഫുഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ് വെയിറ്റിംഗ് ഫോർ us. വീടിന്റെ പിന്നാമ്പുറത്താണ് ഇവർ ഈ ഡോഗ്സിനെ കീപ്പ് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്നും ഇവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഗേറ്റിന് പുറത്ത് ഫൂഫി കാത്തു നിൽക്കുന്നുണ്ടാവുമായിരുന്നു. ഫൂഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ് വെയിറ്റിംഗ് ഫോർ us. ഞങ്ങളെ കാത്ത് അവള് ഗേറ്റിന് പുറത്ത് ഇരിപ്പുണ്ടാവുമായിരുന്നു. വി വർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. ഇത് ഞങ്ങളെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. വാസ് സമ്മൺ ഓപ്പണിംഗ് ദ ഗേറ്റ്. ആരെങ്കിലും ഗേറ്റ് തുറക്കുന്നുണ്ടായിരിക്കുമോ? എങ്ങനെയാണ് ഫൂഫി ഗേറ്റിന് പുറത്തേക്ക് എത്തുന്നത്? വാട്ട് വാസ് ഗോയിങ് ഓൺ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ഇറ്റ് നെവർ ഒക്കേർഡ് ടു us ദാറ്റ് ഷീ കുഡ് ആക്ച്വലി സ്കെയിൽ എ 5 foot wall. 5 അടി ഉയരമുള്ള ഒരു മതില് അത് ചാടാൻ അവൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാനേ കഴിഞ്ഞില്ല. ഇറ്റ് നെവർ ഒക്കേർഡ് ടു us. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയതേയില്ല. ബട്ട് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് വാസ് ഹാപ്പനിങ്. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നത്. എവറി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ us ടു ലീവ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പോവാൻ വേണ്ടി ഫൂഫി കാത്തു നിൽക്കും. ജംപ് ഓവർ ദ വോൾ. എന്നിട്ട് അവൾ ആ മതിൽ ചാടും. ആൻഡ് ഗോ റോമിങ് അറൌണ്ട് ദ നെയ്ബർഹുഡ്. അതിനുശേഷം ആ പ്രദേശം മുഴുവൻ അവൾ കറങ്ങി നടക്കും. ഗോ റോമിങ് അറൌണ്ട് ദ നെയ്ബർഹുഡ്. റോമിങ് എന്ന് പറയുമ്പോൾ കറങ്ങി നടക്കുക. ഐ കോട്ട് ഹർ വൺ ഡേ വെൻ ഐ വാസ് ഹോം ഫോർ ദ സ്കൂൾ ഹോളിഡേയ്സ്. സ്കൂൾ ഇല്ലാതിരുന്ന ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇവളുടെ ഈ പരിപാടി അത് ഞാൻ കണ്ടുപിടിച്ചു. ഐ കോട്ട് ഹർ. ഞാൻ അവളെ കയ്യോടെ പിടികൂടി. മൈ മം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക്. അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ ദ ലിവിംഗ് റൂം. ഞാൻ ലിവിംഗ് റൂമിലായിരുന്നു. ഫൂഫി ഡിഡിൻ നോ ഐ വാസ് ദർ. ഞാൻ അവിടെ ഉള്ള കാര്യം ഫൂഫിക്ക് അറിയില്ലായിരുന്നു. ഷീ തോട്ട് ഐ വാസ് ഗോൺ ബിക്കോസ് ദ കാർ വാസ് ഗോൺ. അമ്മ കാറിൽ പോയിരുന്നു, അതുകൊണ്ട് ഞാനും പോയിട്ടുണ്ടായിരിക്കാം എന്ന് അവൾ കരുതി. ഐ ഹേർഡ് പാന്തർ ബാർക്കിംഗ് ഇൻ ദ ബാക്ക് യാർഡ്. ലുക്ക്ഡ് ഔട്ട് ആൻഡ് ദർ വാസ് ഫൂഫി സ്കെയിലിംഗ് ദ വോൾ. വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് പാന്തർ കുരയ്ക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ പുറത്തേക്ക് നോക്കി. ഐ ലുക്ക്ഡ് ഔട്ട് ആൻഡ് ദർ വാസ് ഫൂഫി സ്കെയിലിംഗ് ദ വോൾ. ഫൂഫി ആ മതില് അത് ചാടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. സ്കെയിലിംഗ് ദ വോൾ എന്ന് പറയുമ്പോൾ ആ മതില് ചാടുക. ഷി ഹാഡ് ജംപ്ഡ്. അവൾ ചാടിയിട്ടുണ്ടായിരുന്നു. സ്കാമ്പേർഡ് അപ്പ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഫീറ്റ് ആൻഡ് ദെൻ ഷി വാസ് ഗോൺ. അവൾ അല്പം ഉയരത്തിലേക്ക് ചാടി. പിന്നെ ആ മതിലിന്റെ മുകളിൽ എങ്ങനെയൊക്കെയോ ഒക്കെ പൊത്തിപ്പിടിച്ച് അവള് അപ്പുറത്തേക്ക് കയറിപ്പോയി. ആൻഡ് ഷി വാസ് ഗോൺ. പിന്നെ അവളെ കാണാനില്ലാതെയായി. ഐ കുഡിൻ ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐ റാൻ ഔട്ട് ഫ്രണ്ട്, ഗ്രാബ്ഡ് മൈ ബൈസിക്കിൾ ആൻഡ് ഫോളോവ്ഡ് ഹെർ ടു സീ വെർ ഷി വാസ് ഗോയിങ്. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി. ഗ്രാബ്ഡ് മൈ ബൈസിക്കിൾ, എൻ്റെ സൈക്കിൾ എടുത്തു. ആൻഡ് ഫോളോവ്ഡ് ഹെർ ടു സീ വെർ ഷി വാസ് ഗോയിങ്. അവൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവളെ പിന്തുടർന്നു. ഷി വെന്റ് എ ലോങ് വേ. അവൾ കുറേ ദൂരം പോയി. മെനി സ്ട്രീറ്റ്സ് ഓവർ. ഒരുപാട് തെരുവുകൾ കടന്നുപോയി. ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്. ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു ഭാഗത്തേക്ക് അവൾ പോയി. ദെൻ ഷീ വെന്റ് അപ്പ് ടു ദിസ് അതർ ഹൗസ് ആൻഡ് ജംപ്ഡ് ഓവർ ദെയർ വോൾ ആൻഡ് ഇൻ ടു ദെയർ ബാക്ക് യാർഡ്. അതിനുശേഷം അവൾ ഈ ഒരു വീട്ടിലേക്ക് ചെന്നു. അവരുടെ മതിൽ ചാടി അവരുടെ ബാക്ക് യാർഡിലേക്ക് പോയി. വാട്ട് ദ ഹെൽ വാസ് ഷീ ഡൂയിങ്? ഇവൾ എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഐ വെന്റ് അപ്പ് ടു ദ ഗേറ്റ് ആൻഡ് റാങ് ദ ഡോർ ബെൽ. ഞാൻ അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഗേറ്റിലേക്ക് ചെന്നു. എന്നിട്ട് ഡോർബെൽ അടിച്ചു. എ കിഡ് ആൻസേർഡ്. ഒരു കുട്ടി പുറത്തു വന്നു. അവൻ മറുപടി പറഞ്ഞു. മേ ഹെൽപ്പ് യു? ഹി സെഡ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ആ കുട്ടി ചോദിച്ചു. മൈ ഡോഗ് ഈസ് ഇൻ യുവർ യാർഡ്. ട്രെവർ നോവ എന്താ പറയുന്നത്? തീർച്ചയായും സഹായിക്കാൻ സാധിക്കും. എൻ്റെ ഡോഗ് നിങ്ങളുടെ യാർഡിലുണ്ട്, നിങ്ങളുടെ തൊടിയിലുണ്ട്. വാട്ട്? ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി എന്താന്ന് ചോദിച്ചു. അവന് കാര്യം മനസ്സിലാവുന്നില്ല. മൈ ഡോഗ്, എൻ്റെ ഡോഗ്, ഷീസ് ഇൻ യുവർ യാർഡ്. അവൾ നിങ്ങളുടെ തൊടിയിലുണ്ട്. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ us. ഈ സമയത്ത് ഫൂഫി നടന്നു വന്ന് ഇവർക്കിടയിൽ നിന്നു. ഫൂഫി കം, ഐ സെഡ്, ലെറ്റ്സ് ഗോ. ഞാൻ ഫൂഫിയോട് പറഞ്ഞു, വാ നമുക്ക് പോവാം. ദിസ് കിഡ് ലുക്ക്ഡ് അറ്റ് ഫൂഫി ആൻഡ് കോൾഡ് ഹെർ ബൈ സം അതർ സ്റ്റുപ്പിഡ് നെയിം. ഈ കുട്ടി ഫൂഫിയെ നോക്കി അവളെ മറ്റേതോ ഒരു പൊട്ട പേര് വിളിച്ചു. സ്റ്റുപ്പിഡ് നെയിം. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. അവൻ വിളിച്ചത് സ്പോട്ടി എന്നാണ്. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോ എന്നവൻ പറഞ്ഞു. ഓ ഓ, ഐ സെഡ്, സ്പോട്ടി, ദാറ്റ്സ് ഫൂഫി. അന്നേരം ട്രെവർ എന്തു പറഞ്ഞു? സ്പോട്ടിയോ? അല്ല, അത് ഫൂഫിയാണ്. നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. ആ കുട്ടി പറഞ്ഞു, അല്ല, അത് എൻ്റെ ഡോഗ് സ്പോട്ടിയാണ്. നോ, ദാറ്റ്സ് ഫൂഫി, മൈ ഫ്രണ്ട്. ട്രെവർ വീണ്ടും പറഞ്ഞു, അല്ല, അത് ഫൂഫിയാണ് സുഹൃത്തെ.
നോ ദിസ് ഈസ് സ്പോട്ടി. അല്ല, ഇത് സ്പോട്ടിയാണ്. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഇതെങ്ങനെ സ്പോട്ടി ആവും? ഷീ ഡസന്റ് ഈവൻ ഹാവ് സ്പോട്സ്. അവൾക്ക് സ്പോട്സ് പോലും ഇല്ല. അവളുടെ ദേഹത്ത് ഒരു കുത്തുമില്ല, ഒരു സ്പോട്ടുമില്ല. യു ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് അറിയുന്നില്ലല്ലോ, ട്രെവർ ആ കുട്ടിയോട് പറഞ്ഞു. ദിസ് ഈസ് സ്പോട്ടി, അവൻ വീണ്ടും പറഞ്ഞു. ഫൂഫി, ട്രെവർ പറഞ്ഞു. സ്പോട്ടി, അവൻ പറഞ്ഞു. ഫൂഫി, ട്രെവർ പറഞ്ഞു. ഓഫ് കോഴ്സ്, സിൻസ് ഫൂഫി വാസ് ഡഫ്, ഷീ ഡിഡ്ന്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്പോട്ടി എന്ന് വിളിച്ചതും ട്രെവർ ഫൂഫി എന്ന് വിളിച്ചതും അവൾ കേട്ടില്ല. അവൾ അതിനോട് പ്രതികരിച്ചതേയില്ല. ഷീ ജസ്റ്റ് ടുഡ് ദർ. അവൾ അവിടെ വെറുതെ നിന്നു. ഐ സ്റ്റാർട്ടഡ് കേഴ്സിംഗ് ദ കിഡ് ഔട്ട്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ കുട്ടിയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഗിവ് മീ ബാക്ക് മൈ ഡോഗ്. എന്റെ ഡോഗിനെ എനിക്ക് തിരിച്ചുതാ. ഐ ഡോണ്ട് നോ ഹൂ യു ആർ, ഹി സെഡ്. അവൻ പറഞ്ഞു, നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. പക്ഷെ ഇപ്പൊ നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. Then he went into the house and got his mom and she came out. ഇത് പറഞ്ഞ് അവൻ വീട്ടിനകത്തേക്ക് പോയി. അവന്റെ അമ്മയെ കൂട്ടി പുറത്തേക്ക് വന്നു. What do you want? She asked. നിനക്ക് എന്താ വേണ്ടത്? അമ്മ ചോദിച്ചു. That's my dog. അത് എന്റെ ഡോഗാണ്. This is our dog. Go away. ഇത് ഞങ്ങളുടെ ഡോഗാണ്. Go away. പോവാൻ നോക്ക്, അമ്മ ട്രെവറിനോട് പറഞ്ഞു. I started crying. ഞാൻ കരയാൻ തുടങ്ങി. Why are you stealing my dog? നിങ്ങൾ എന്തിനാണ് എന്റെ ഡോഗിനെ മോഷ്ടിക്കുന്നത്? I turned to Fufi and begged her. ഞാൻ ഫൂഫിയുടെ നേർക്ക് തിരിഞ്ഞ് അവളോട് അപേക്ഷിച്ചു. ഫൂഫി, why are you doing this to me? നീ എന്തുകൊണ്ടാണ് എന്നോട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? Why ഫൂഫി, why? എന്തുകൊണ്ട്? I called her. ഞാൻ അവളെ വിളിച്ചു. I begged her to come. അവളോട് എന്റെ കൂടെ വരണമെന്ന് ഞാൻ യാചിച്ചു, അപേക്ഷിച്ചു. ഫൂഫി was deaf to my pleas. പ്ലീസ്, എന്റെ യാചനകള്, അപേക്ഷകള്, അതൊന്നും ഫൂഫി കേട്ടതേയില്ല. ഷി വാസ് ഡഫ് ടു മൈ പ്ലീസ്. അവളത് ശ്രദ്ധിച്ചില്ല. അവൾക്ക് ചെവി കേൾക്കുകയുമില്ലായിരുന്നു. ആൻഡ് എവറിത്തിങ് എൽസ്, ഞാൻ പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം. ഞാൻ വീണ്ടും എന്റെ ബൈക്കിലേക്ക് അതിൽ ചാടിക്കയറി. എന്നിട്ട് വീട്ടിലേക്ക് വേഗത്തിൽ ഓടിച്ചുപോയി. ടിയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. എന്റെ കവിളിലൂടെ, എന്റെ മുഖത്തൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടേയിരുന്നു. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്. ഞാൻ ഫൂഫിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ടു സീ ഹെർ വിത്ത് അനദർ ബോയ്. അവളെ മറ്റൊരു ആൺകുട്ടിയുടെ കൂടെ കണ്ടതിൽ. ആക്ടിങ് ലൈക്ക് ഷീ ഡിഡിന്റ് നോ മീ. അത് മാത്രമല്ല, മറ്റൊരു ആൺകുട്ടിയുടെ കൂടെ അവളെ കാണുക മാത്രമല്ല, എന്നെ അറിയുകയേ ഇല്ല എന്ന രീതിയിൽ അവൾ പെരുമാറുകയും ചെയ്തു. അവൾ അങ്ങനെ അഭിനയിക്കുകയും ചെയ്തു. ആഫ്റ്റർ ഐ റേസ്ഡ് ഹെർ, ഞാൻ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടി വളർത്തിയതിനു ശേഷം, ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ, ഒരുപാട് രാത്രികളിൽ ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയതിനു ശേഷം അവൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. എന്റെ ഹൃദയം തകർന്നുപോയി. ദാറ്റ് ഈവനിങ് ഫൂഫി ഡിഡിന്റ് കം ഹോം. അന്ന് വൈകുന്നേരം ഫൂഫി വീട്ടിലേക്ക് വന്നില്ല. ബിക്കോസ് ദ അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദെയർ ഡോഗ്. ദേ ഹാഡ് ഡിസൈഡഡ് ടു ലോക്ക് ഹെർ ഇൻസൈഡ്. സോ ഷീ കുഡിന്റ് മേക്ക് ഇറ്റ് ബാക്ക് ദ വേ ഷീ നോർമലി ഡിഡ് ടു വെയിറ്റ് ഫോർ us ഔട്ട്സൈഡ് ദ ഫെൻസ്. ആ മറ്റേ വീട്ടുകാർ അവരെന്ത് കരുതി? ഞാൻ അവരുടെ ഡോഗിനെ മോഷ്ടിക്കാൻ വരികയാണെന്ന് അവർ കരുതി. അതുകൊണ്ട് തന്നെ അവരവളെ വീടിനകത്ത് ലോക്ക് ചെയ്തു. അതുകൊണ്ട് അവൾക്ക് ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മൈ മം ഗോട്ട് ഹോം ഫ്രം വർക്ക്. എന്റെ അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഐ വാസ് ഇൻ ടിയേഴ്സ്. ഞാൻ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ടോൾഡ് ഹെർ ഫൂഫി ഹാഡ് ബീൻ കിഡ്നാപ്ഡ്. ഫൂഫിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. വി വെന്റ് ബാക്ക് ടു ദ ഹൗസ്. ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. മൈ മോം റാങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. എന്റെ അമ്മ ആ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. എന്നിട്ട് അവന്റെ അമ്മയെ നേരിട്ടു. കൺഫ്രണ്ട് എന്ന വാക്കിന് നേരിട്ടു എന്നാണ് അർത്ഥം. ലുക്ക്, ദിസ് ഈസ് അവർ ഡോഗ്. നോക്കൂ, ഇത് ഞങ്ങളുടെ ഡോഗാണ്. അമ്മ, ട്രെവറിന്റെ അമ്മ ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു. ദിസ് ലേഡി ലൈറ്റ് ടു മൈ മംസ് ഫേസ്. എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഈ സ്ത്രീ കള്ളം പറഞ്ഞു. ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്. വി ബോട്ട് ദിസ് ഡോഗ്. ഇത് നിങ്ങളുടെ ഡോഗല്ല, ഇത് ഞങ്ങൾ വാങ്ങിച്ച ഡോഗാണ് എന്നവർ പറഞ്ഞു. അവരെന്റെ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. വി ബോട്ട് ദിസ് ഡോഗ്. യു ഡിഡിന്റ് ബൈ ദ ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. ട്രെവറിന്റെ അമ്മ എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ ഡോഗിനെ വാങ്ങിച്ചതല്ല, ഇത് ഞങ്ങളുടെ ഡോഗാണ്. ദേ വെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു. ദിസ് വുമൺ വാസ് ഇൻ ബഡ്ജിങ്. അവരൊട്ടും വിട്ടുതരാൻ തയ്യാറായിരുന്നില്ല. അവര് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലായിരുന്നു. സോ വി വെന്റ് ഹോം ടു ഗെറ്റ് എവിഡൻസ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എന്തിന്? തെളിവുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി. ടു ഗെറ്റ് എവിഡൻസ്. പിക്ചേഴ്സ് ഓഫ് us വിത്ത് ദ ഡോഗ്സ്. ഈ ഡോഗ്സിന്റെ കൂടെ ഉള്ള ഞങ്ങളുടെ ഫോട്ടോസ്. സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വെറ്റ്. അതുപോലെ മൃഗഡോക്ടറുടെ അടുത്ത് നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ്സ്. ഇതെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഐ വാസ് ക്രൈങ് ദ ഹോൾ ടൈം. ഞാൻ ഈ സമയം മുഴുവൻ കരയുകയായിരുന്നു. ആൻഡ് മൈ മോം വാസ് ലൂസിങ് ഹെർ പേഷ്യൻസ് വിത്ത് മീ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സ്റ്റോപ്പ് ക്രൈങ്, അമ്മ പറഞ്ഞു. കരച്ചിൽ നിർത്ത്.
വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. നമ്മൾ അവളെ കൂട്ടിയിട്ട് വരും, നമ്മൾ ഫൂഫിയെ എന്തായാലും നമ്മൾ കൊണ്ടുവരും, സമാധാനമായിട്ടിരിക്കുക, അമ്മ പറഞ്ഞു. വി ഗ്യാതേർഡ് അപ്പ് അവർ ഡോക്യുമെന്റേഷൻ ആൻഡ് വെന്റ് ബാക്ക് ടു ദ ഹൗസ്. ഞങ്ങൾ ആവശ്യമുള്ള എവിഡൻസ്, ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു. ഗ്യാതേർഡ് എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്തു. എന്നിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു പോയി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് us. ഈ സമയം ഞങ്ങൾ പാന്തറിനെയും കൂടെ കൂട്ടി, ആസ് പാർട്ട് ഓഫ് പ്രൂഫ്. അവളും ഒരു പ്രൂഫ് ആണെന്ന നിലയിൽ ഞങ്ങൾ ഇപ്രാവശ്യം പാന്തറിനെയും കൂട്ടിയാണ് അങ്ങോട്ട് പോയത്. മൈ മം ഷോഡ് ദിസ് ലേഡി ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെറ്റ്. എന്റെ അമ്മ ആ സ്ത്രീക്ക് ഈ ഫോട്ടോസും അതുപോലെ തന്നെ വെറ്റിന്റെ അടുത്ത് നിന്ന്, മൃഗഡോക്ടറുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, ഇൻഫർമേഷനും അതെല്ലാം കാണിച്ചു. ഷീ സ്റ്റിൽ വുഡിൻ ഗീവ് us ഫൂഫി. എന്നിട്ടും അവരെ ഞങ്ങൾക്ക് ഫൂഫിയെ തരാൻ തയ്യാറായില്ല. ഫൈനലി മൈ മോം സെഡ്. അവസാനം എന്റെ അമ്മ പറഞ്ഞു, ഓക്കെ, ഐ വിൽ ഗിവ് യു 100 റാൻഡ്. റാൻഡ് സൗത്ത് ആഫ്രിക്കൻ കറൻസിയാണ്. ഞാനൊരു 100 റാൻഡ് അത് നിങ്ങൾക്ക് തരാം എന്ന് എന്റെ അമ്മ പറഞ്ഞു. ഫൈൻ, ദ ലേഡി സെഡ്. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ എന്ത് പറഞ്ഞു? ഓക്കെ, ഫൈൻ എന്ന് പറഞ്ഞു. മം ഗേവ് ഹർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫൂഫി ഔട്ട്. അമ്മ അവർക്ക് പണം നൽകിയപ്പോൾ അവരകത്ത് നിന്ന് ഫൂഫിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. The other kid, who thought Fufi was sporting, had to watch his mother sell the dog he thought was his. അവന്റെയാണ് എന്ന് അവൻ കരുതിയ, സ്പോട്ടി എന്ന് അവൻ വിളിച്ചിരുന്ന ആ ഡോഗിനെ അവന്റെ അമ്മ വിൽക്കുന്നത് ആ കുട്ടിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. Now he started crying. ഇപ്പൊ അവനാണ് കരയാൻ തുടങ്ങിയത്. സ്പോട്ടി, നോ മം, ഡോണ്ട് സെൽ സ്പോട്ടി. അവൻ അവന്റെ അമ്മയോട് പറയാണ്, സ്പോട്ടിയെ വിൽക്കരുത് അമ്മേ, ഡോണ്ട് സെൽ സ്പോട്ടി. ഐ ഡിഡിൻ കെയർ. ഞാൻ ഒന്നും കാര്യമായി എടുത്തതേയില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ഫൂഫി ബാക്ക്. ആ കുട്ടിയുടെ കരച്ചിലൊന്നും എന്നെ ബോധർ ചെയ്തില്ല. എനിക്ക് ഫൂഫിയെ ഏത് വിധേനയും തിരിച്ചു ലഭിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൺസ് ഫൂഫി സോ പാന്തർ ഷീ കെയിം റൈറ്റ് അവേ. പാന്തറിനെ കണ്ടതും പിന്നെ ഫൂഫി ഒട്ടും സംശയിച്ചില്ല. അവൾ ഞങ്ങളുടെ കൂടെ തന്നെ പോരാൻ തയ്യാറായി. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് us ആൻഡ് വി വോക്ക്ഡ്. ഡോഗ്സ് ഞങ്ങളുടെ കൂടെ പോന്നു. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. ഐ സോബ്ഡ് ദ ഹോൾ വേ ഹോം. സോബ്ഡ് എന്ന് പറയുമ്പോൾ ക്രൈഡ്, അത് തന്നെ, വെപ്റ്റ്. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ കരഞ്ഞു. സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൺ. ഇപ്പോഴും എന്റെ ഹൃദയം തകർന്നിരുന്നു. മൈ മം ഹാഡ് നോ ടൈം ഫോർ മൈ വൈനിങ്. വൈനിങ്, കരച്ചിൽ തന്നെ. എന്റെ അമ്മയ്ക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ക്ഷമയോ സമാധാനമോ സമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈ ആർ യു ക്രൈങ്? നീ എന്തിനാ കരയുന്നത്? അമ്മ ചോദിച്ചു. ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. കാരണം ഫൂഫി മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു, അതിനാണ് ഞാൻ കരയുന്നതെന്ന് ട്രെവർ പറഞ്ഞു. സോ അതുകൊണ്ട് വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? അതിന് നിനക്ക് എന്തിനാ വിഷമം ഉണ്ടാവുന്നത്? എന്തിനാ സങ്കടം ഉണ്ടാവുന്നത്? ഇറ്റ് ഡിഡിൻ കോസ്റ്റ് യു എനിത്തിങ്. നിനക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലല്ലോ. ഫൂഫി ഈസ് ഹിയർ. ഫൂഫി ഇവിടെയുണ്ട്. ഷീ സ്റ്റിൽ ലവ്സ് യു. അവൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഷീ സ്റ്റിൽ യുവർ ഡോഗ്. അവൾ ഇപ്പോഴും നിന്റെ ഡോഗ് തന്നെയാണ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. അത് മറന്നു കള എന്ന് അമ്മ പറഞ്ഞു. ഗെറ്റ് ഓവർ ഇറ്റ്, ആ ഒരു വിഷയം അതിനി മറന്നു കളയാൻ അമ്മ ട്രെവറിനോട് പറഞ്ഞു. ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. ആദ്യമായി എന്റെ ഹൃദയം തകർത്തവളാണ് ഫൂഫി. No one had ever betrayed me more than ഫൂഫി. ഫൂഫി എന്നോട് കാണിച്ച അത്രയും വിശ്വാസവഞ്ചന അത് മറ്റാരും എന്നോട് കാണിച്ചിട്ടില്ലായിരുന്നു. ബിട്രേ എന്ന് പറയുമ്പോൾ ചതിക്കുക, വിശ്വസിപ്പിച്ച് ചതിക്കുക. വിശ്വാസവഞ്ചനയാണ് ബിട്രയൽ. No one has ever betrayed me more than ഫൂഫി. ഫൂഫി എന്നോട് കാണിച്ച അത്രയും വിശ്വാസവഞ്ചന അത് മറ്റാരും എന്നോട് കാണിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു പാഠമായിരുന്നു. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ, വില പിടിപ്പുള്ള ഒരു പാഠമായിരുന്നു. The hard thing was understanding that Fufi wasn't cheating on me with another boy. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, the hard thing, ഏറ്റവും വിഷമമുള്ള കാര്യം, was understanding, മനസ്സിലാക്കുന്ന. എന്ത്? ഫൂഫി മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിച്ച് എന്നെ ചതിക്കുകയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ വിഷമം. അതാണ് ട്രെവറിന് ആദ്യം തോന്നിയത്. ഫൂഫി തന്നേക്കാൾ അധികം മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന തോന്നലാണ് ട്രെവറിന് ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കിയത്. അതങ്ങനെ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനായിരുന്നു ബുദ്ധിമുട്ട്. ഷി വാസ് മിയർലി ലിവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അവൾ അവളുടെ ജീവിതം ഏറ്റവും നന്നായി എൻജോയ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. അവൾക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെയും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവരെ പരസ്പരം ചതിക്കുകയാണെന്നോ ഇവരോട് വിശ്വാസവഞ്ചന കാണിക്കുകയാണോ എന്നൊന്നും ഫൂഫിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ അവളുടെ ജീവിതം ആസ്വദിക്കുക മാത്രമായിരുന്നു. Until I knew that she was going out on her own during the day. അവള് പകല് അവളുടെ സ്വന്തം താല്പര്യപ്രകാരം പുറത്തു പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് വരെ her other relationship hadn't affected me at all. അവളുടെ ആ രണ്ടാമത്തെ ബന്ധം അതെന്നെ ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഫൂഫി ഹാഡ് നോ മാലീഷ്യസ് ഇന്റന്റ്. ഫൂഫിക്ക് ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാലീഷ്യസ്, ചീത്ത ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്റന്റ്, ഉദ്ദേശം. That experience shaped what I have felt about relationships for the rest of my life.
പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ബന്ധങ്ങളെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു, ബന്ധങ്ങളെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെല്ലാം എന്നെ പഠിപ്പിച്ച അനുഭവമായിരുന്നു അത്. പിന്നീടുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് ഞാൻ ബന്ധങ്ങളെ കണ്ടിട്ടുള്ളത് എന്നതിനെ ഷെയ്പ്പ് ചെയ്ത ഒരു അനുഭവമായിരുന്നു അത്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒബ്ജക്റ്റ് അത് നിങ്ങളുടെ സ്വന്തമല്ല. അത് വ്യക്തിയായാലും ശരി, മറ്റെന്തെങ്കിലും വസ്തുക്കളായാലും ശരി, അതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഐ വാസ് ലക്കി ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു പാഠം പഠിക്കാൻ കഴിഞ്ഞു എന്ന ഭാഗ്യം എനിക്കുണ്ടായി. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഹു സ്റ്റിൽ ആസ് അഡൾട്ട്സ് റെസിൽ വിത്ത് ഫീലിംഗ്സ് ഓഫ് ബിട്രയൽ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവര് കുട്ടികളായിരിക്കുമ്പോൾ മാത്രമല്ല മുതിർന്നതിന് ശേഷം റെസിൽ വിത്ത് ഫീലിംഗ്സ് ഓഫ് ബിട്രയൽ. റെസിൽ എന്ന് പറയുമ്പോൾ മല്ലിടുക. ഫീലിംഗ്സ് ഓഫ് ബിട്രയൽ, അവരെ ആരോ ചതിച്ചു എന്ന ആ ഒരു തോന്നലുമായി, ആ ഒരു ഫീലിങ്സുമായി മല്ലിടുന്ന ഒരുപാട് പേര് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് മാത്രമല്ല മുതിർന്നതിന് ശേഷവും ഇങ്ങനെ ഞങ്ങളെ ആരോ ചതിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. They will come to me angry and crying and talking about how they have been cheated on and lied to, and I feel for them. അവർ എൻ്റെ അടുത്ത് വരും ആംഗ്രി, ദേഷ്യത്തോടെ, and crying, കരഞ്ഞുകൊണ്ട്, and talking about how they have been cheated on, എങ്ങനെ അവരെ വഞ്ചിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു എന്നെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ട് അവരടുത്ത് വരും. and I feel for them. എനിക്ക് അവരുടെ കാര്യത്തിൽ വിഷമം തോന്നാറുമുണ്ട് അവരത് പറയുമ്പോൾ. I understand what they are going through. അവരുടെ അനുഭവം, അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ ആ അനുഭവം എന്താണ് എന്ന് എനിക്കറിയാം. കാരണം ഞാനും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളയാളാണ്. ഐ സിറ്റ് വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ ഇരിക്കും. ആൻഡ് ബൈ ദം എ ഡ്രിങ്ക്, അവർക്കൊരു ഡ്രിങ്ക് അത് വാങ്ങിച്ചു കൊടുക്കും. ആൻഡ് ഐ സേ, എന്നിട്ട് ഞാൻ പറയും, ഫ്രണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. സുഹൃത്തെ, ഞാൻ നിന്നോട് ഫൂഫിയുടെ കഥ പറയട്ടെ എന്ന് ഞാൻ അവരോട് പറയും. വളരെ രസകരമായി ട്രെവർ നോവ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വാല്യുബിൾ ആയ ഒരു ലെസൺ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്സിലുള്ള പ്രശ്നം എന്താണ്? പൊസസീവ്നെസ് ആണ് പ്രശ്നം. നമ്മുടെ മാത്രമാക്കി വെക്കണമെന്ന് നമ്മൾ കരുതും. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ട് എന്നൊന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അവർ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമുക്ക് മാത്രം അവരുടെ സ്നേഹം ലഭിക്കണം. ഇതുപോലത്തെ പൊസസീവ്നെസ് ആണ് പലപ്പോഴും റിലേഷൻഷിപ്സിനെ തകർക്കുന്നത്. ഇതാണ് ട്രെവർ നോവ ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ, കഥയെന്ന് തോന്നാവുന്ന ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ പറയുന്നത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.